ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ 16 ഭാഗങ്ങളായിട്ടാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗവും എടുത്ത് സ്പ്ലിറ്റ് ചെയ്താണ് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ ഒന്നാം ഭാഗത്തിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗം വായിച്ചു കഴിഞ്ഞ് ഇനി വായിക്കാൻ പോകുന്നത് 3ാമത്തെ ഭാഗമാണ്. അപ്പോൾ കടപ്പാട് DC ബുക്സ്. ഞാനീ പറയുന്ന കാലത്ത് ആ ദ്വീപിൽ ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന ഏക വ്യക്തി ജലാലുദ്ദീൻ ആയിരുന്നു. അപേക്ഷകളായിക്കൊള്ളട്ടെ മറ്റു തരത്തിലുള്ളവയായിക്കൊള്ളട്ടെ ആവശ്യമുള്ള ഏതാണ്ട് എല്ലാ പേർക്കും വേണ്ടി കത്തുകൾ എഴുതി കൊടുത്തിരുന്നു അദ്ദേഹം. എൻ്റെ പരിചയത്തിലോ കുടുംബത്തിലോ ചുറ്റുപാടോ ഉണ്ടായിരുന്ന ആർക്കും ജലാലുദ്ദീൻ്റെ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരുന്നില്ല. ജലാലുദ്ദീൻ എപ്പോഴും വിദ്യാസമ്പന്നരായ മനുഷ്യരെക്കുറിച്ചും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും സമകാലീന സാഹിത്യത്തെക്കുറിച്ചും വൈദ്യശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ പരിമിതമായ ചുറ്റുപാടുകൾക്ക് പുറത്തുള്ള ഒരു ധീര നൂതന ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ അദ്ദേഹമാണ് എനിക്ക് നൽകിയത്. എൻ്റെ എളിയ ബാല്യത്തിൻ്റെ ചുറ്റുപാടുകളിൽ പുസ്തകങ്ങൾ ഒരു അസുലഭ വസ്തുവായിരുന്നു. അന്നത്തെ ഒരു മുൻകാല വിപ്ലവകാരിയോ പടവെട്ടുന്ന ദേശീയവാദിയോ ഒക്കെ ആയിരുന്ന STR മാണിക്യത്തിൻ്റെ സ്വകാര്യ ഗ്രന്ഥശേഖരം ആ പ്രാദേശിക ചുറ്റുപാടുകളിൽ ഒരുവിധം വിപുലം തന്നെയായിരുന്നു. കഴിവുള്ളിടത്തോളം വായിക്കുവാൻ അദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ പുസ്തകം കടം വാങ്ങാനായി ഞാൻ പതിവായി അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കാറുണ്ടായിരുന്നു. എൻ്റെ കൗമാരപ്രായത്തെ ഏറെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തി മച്ചുന്നായ സംസുദ്ദീനാണ്. രാമേശ്വരത്തെ ഏക പത്രവിതരണക്കാരനായിരുന്നു അദ്ദേഹം. പാമ്പനിൽ നിന്ന് വെളുപ്പിന് വരുന്ന തീവണ്ടിയിൽ പത്രങ്ങൾ രാമേശ്വരം സ്റ്റേഷനിലെത്തും. രാമേശ്വരം പട്ടണത്തിലെ 1000ഓളം വരുന്ന സാക്ഷര സമൂഹത്തെ സേവിക്കുന്ന ഒരു ഏകാംഗ സ്ഥാപനമായിരുന്നു സംസുദ്ദീൻ്റെ ന്യൂസ് പേപ്പർ ഏജൻസി. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ സമകാലീന സംഭവ വികാസങ്ങൾ അറിയുക, നക്ഷത്രഫലം നോക്കുക, മദ്രാസിലെ സ്വർണ്ണവില പരിശോധിക്കുക എന്നിവയാണ് പ്രധാനമായും പത്രം വാങ്ങലിന് പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം. കുറെ കൂടി സാർവദേശീയ കാഴ്ചപ്പാടുകളുള്ളവർ ഹിറ്റ്ലർ, മഹാത്മാഗാന്ധി, ജിന്ന എന്നിവരെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. എങ്കിലും അവസാനം എല്ലാം ഒഴുകിയെത്തിയിരുന്നത് ഉന്നത ജാതി ഹിന്ദുക്കൾക്കെതിരെ പെരിയാർ EV രാമസ്വാമി നടത്തിയിരുന്ന നീക്കങ്ങളുടെ ശക്തമായ അന്തർധാരയിലേക്കായിരുന്നു. ദിനമണി ആയിരുന്നു ഏറ്റവും അധികം വായനക്കാരുള്ള പത്രം. അച്ചടിച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നത് എൻ്റെ കഴിവിനപ്പുറത്തായിരുന്നതിനാൽ സംസുദ്ദീൻ വിതരണം നടത്തും മുമ്പ് അവയിലെ ചിത്രങ്ങൾ കണ്ട് എനിക്ക് സ്വയം തൃപ്തനാകേണ്ടി വന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് എനിക്ക് 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പെട്ടെന്ന് ചന്തയിൽ പുളിങ്കുരുവിന് ആവശ്യകത ഉയർന്നതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടിയില്ല. ഞാനന്ന് പുളിങ്കുരു ശേഖരിച്ച് മോക്ക് സ്ട്രീറ്റിലെ ഒരു പലചരക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു ദിവസത്തെ പുളിങ്കുരു ശേഖരണം എനിക്ക് രാജകീയമായ ഒരു അണ നേടിത്തരും. ജലാലുദ്ദീൻ എന്നോട് യുദ്ധത്തെക്കുറിച്ചുള്ള കഥകൾ പറയുമായിരുന്നു. പിന്നീട് ദിനമണിയിലെ തലക്കെട്ടുകളിൽ ഞാൻ അവ കണ്ടെത്താൻ ശ്രമിക്കും. ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നതിനാൽ യുദ്ധം ഞങ്ങളെ ബാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഇന്ത്യയെ നിർബന്ധപൂർവം സഖ്യകക്ഷികളിൽ ചേർക്കുകയും ഒരുതരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആദ്യ ആഘാതം രാമേശ്വരം സ്റ്റേഷനിലെ വണ്ടി നിർത്തൽ ഇല്ലാതായതാണ്. അതുകൊണ്ട് രാമേശ്വരം റോഡിനും ധനുഷ്കോടിക്കും ഇടുക്കി വെച്ച് പത്രക്കെട്ടുകളാക്കി ഓടുന്ന തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് എറിയേണ്ടി വന്നു. അങ്ങനെ എറിയുന്ന പത്രക്കെട്ടുകൾ ശേഖരിക്കാൻ സംസുദ്ദീന് ഒരു സഹായിയെ ആവശ്യമായി വന്നു. സ്വാഭാവികമായും ഞാൻ ആ ഒഴിവ് നികത്തി. അങ്ങനെ ജോലി ചെയ്ത് പ്രതിഫലം നേടാൻ ആദ്യമായി എന്നെ സഹായിച്ചത് സംസുദ്ദീനാണ്. അരനൂറ്റാണ്ടിന് ശേഷം ഇന്നും ആദ്യമായി പ്രതിഫലം നേടിയപ്പോഴുണ്ടായ അഭിമാനത്തരത്തള്ളിൽ എനിക്ക് അനുഭവവേദ്യമാണ്. ഓരോ ശിശുവും ഏതാനും പാരമ്പര്യ സ്വഭാവമുള്ളവരായിട്ടാണ് ഒരു പ്രത്യേകമായ സാമൂഹ്യ സാമ്പത്തിക വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നീട് ആ ശിശു അധികാരപ്പെട്ടവരിലൂടെ ക്രമേണ പരിശീലനം നേടുന്നു. സത്യസന്ധമായ അച്ചടക്കബോധവുമാണ് പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും എനിക്ക് മാതാവിൽ നിന്നും കിട്ടി. അതുപോലെ എൻ്റെ മൂത്ത സഹോദരന്മാർക്കും സഹോദരിക്കും. എന്നാൽ എൻ്റെ ബാല്യത്തിൻ്റെ തനിമയ്ക്കും പിൽക്കാല ജീവിതത്തിലെ വ്യത്യസ്തതകൾക്കും ഏറ്റവും അധികം സംഭാവനകൾ നൽകിയത് ജലാലുദ്ദീനും സംസുദ്ദീനുമൊത്ത് ചെലവഴിച്ച ആ കാലഘട്ടമായിരുന്നു.
ഇവരുടെ അശിക്ഷിത പാണ്ഡിത്യം അത്രയ്ക്ക് അവബോധമുളവാക്കുന്നതും വാക്കുകളിലൂടെ അല്ലാതെ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നവയുമായിരുന്നു. ആകയാൽ പിന്നീട് എന്നിലുളവായ സൃഷ്ടിപരതയ്ക്ക് ഇവരുമായുണ്ടായ ബാല്യകാല സൗഹൃദത്തോട് കടപ്പെട്ടിരിക്കുന്നത് എന്നെനിക്കും നിസ്സംശയം പറയാം. ചെറുപ്പത്തിൽ എനിക്ക് 3 ഉറ്റ ചങ്ങാതിമാർ ഉണ്ടായിരുന്നു: രാമനാഥ ശാസ്ത്രി, അരവിന്ദൻ, ശിവപ്രകാശൻ. യഥാസ്ഥിതിക ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരുന്ന ഈ 3 കുട്ടികളും രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ പുത്രനായിരുന്നു രാമനാഥ ശാസ്ത്രി. കുട്ടികളെന്ന നിലയിൽ മതപരമായ വ്യത്യാസങ്ങളോ വളർന്നു വന്ന ചുറ്റുപാടുകളോ മൂലം യാതൊരു തരം വ്യത്യാസവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. രാമനാഥൻ പിന്നീട് അച്ഛനിൽ നിന്ന് രാമേശ്വരത്തെ പൂജാരി സ്ഥാനം ഏറ്റെടുത്തു. അരവിന്ദൻ തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പണിയിൽ ഏർപ്പെട്ടു. ശിവപ്രകാശനാകട്ടെ ദക്ഷിണ റെയിൽവേയിലെ ഒരു കാറ്ററിംഗ് കോൺട്രാക്ടറായി. വർഷം തോറും നടന്നിരുന്ന ശ്രീ സീതാരാമ കല്യാണ മഹോത്സവത്തിന് ഭഗവത് വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്നും ജലമാർഗേണ എഴുന്നള്ളിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള രാമതീർത്ഥം എന്ന കുളത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിവാഹവേദിയിലേക്ക് കൊണ്ടുവരും. ഇതിനായി വിഗ്രഹം വയ്ക്കാൻ അനുയോജ്യമായ തട്ടുകളിട്ട വിശേഷപ്പെട്ട വഞ്ചികൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുക്കുമായിരുന്നു. രാമായണത്തിലെയും പ്രവാചകന്റെ ജീവിതത്തിലെയും സംഭവങ്ങളാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയും രാത്രി ഞങ്ങൾ കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ കഥകളായി പറഞ്ഞു തന്നിരുന്നത്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിലെ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയിക്കുന്ന തൊപ്പി ധരിച്ചിരുന്ന ഞാൻ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായിരുന്നത്. ഒരു ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ ഒരു മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നതുമായി പൊരുത്തപ്പെടാൻ പുതിയ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹ്യക്രമമനുസരിച്ച് എന്നോട് എഴുന്നേറ്റുപോയി പിൻനിരയിരിക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. അതുപോലെ തന്നെ രാമനാഥന ശാസ്ത്രിക്കും. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഒരു മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ഞങ്ങൾ ഇരുവരും അവരവരുടെ മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഒന്നുകിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് രാജിവെച്ച് ദ്വീപ് വിട്ടു പോവുക എന്ന് ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തോട് മുഖത്തടിച്ച് മാതിരി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ചെറുപ്പക്കാരനായ ആ അധ്യാപകൻ തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ ആ ദൃഢവിശ്വാസ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുണ്ടായി. മൊത്തത്തിൽ നോക്കിയാൽ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ കാര്യത്തിൽ വളരെയധികം ക്രമീകൃതവും ദൃഢവുമായിരുന്നു രാമേശ്വരത്തെ ചെറു സമൂഹം. എൻ്റെ ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയോ തനി മാമൂലുകാരിയും. ഇങ്ങനെ ഇരുന്നിട്ടുകൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. വിവിധ പശ്ചാത്തലങ്ങളിലുള്ളവർ തമ്മിൽ എളുപ്പം ഇടപഴകാൻ കഴിയും വിധം സാമൂഹ്യമായ വേലിക്കെട്ടുകൾ തകർക്കാൻ അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയുണ്ടായി. എന്നോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു: വലിയ നഗരങ്ങളിലുള്ള ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാനാകും വിധം കലാം, നീ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എന്നെ ഊണിന് ക്ഷണിച്ചു. ആചാരപരപ്രകാരം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ അടുക്കളയിലേക്ക് ഒരു മുസ്ലിം ബാലിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക എന്ന ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞെട്ടിക്കുന്നതായിരുന്നു. എനിക്ക് തൻ്റെ അടുക്കളയിൽ ഊണ് വിളമ്പാൻ അവർ തയ്യാറായില്ല. ശിവസുബ്രഹ്മണ്യം അയ്യർ അത് കണ്ട് സഹ്യത കാട്ടുകയോ അവരുടെ നേർക്ക് ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം തൻ്റെ കൈകൊണ്ട് എനിക്ക് ഊണ് വിളമ്പി തരികയാണുണ്ടായത്. മാത്രമല്ല, എൻ്റെ അരികിലിരുന്ന് ഊണ് കഴിക്കുകയും ചെയ്തു. ഇതൊക്കെ അടുക്കള വാതിലിൻ്റെ പിന്നിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഗുരുഭഗ്നി. ഞാൻ ഉണ്ണുകയും വെള്ളം കുടിക്കുകയും ഊണിന് ശേഷം തറ വൃത്തിയാക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരെന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിച്ചോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. അന്ന് തിരിച്ചു പോരാൻ ഇറങ്ങവേ അടുത്ത വരാന്തയിലും ഒരു സത്യയ്ക്കായി ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നെ ക്ഷണിച്ചു. എൻ്റെ സംശയസ്ഥിതി കണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു: വ്യവസ്ഥിതിയെ മാറ്റിത്തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അടുത്തയാഴ്ച ഞാൻ ശിവസുബ്രഹ്മണ്യ അയ്യരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വന്ന് എന്നെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സ്വന്തം കൈകൊണ്ട് ചോറ് വിളമ്പിത്തരികയും ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി
ആസന്നമായി കഴിഞ്ഞു. ഇന്ത്യക്കാർ അവരുടെ സ്വന്തം ഇന്ത്യയെ കെട്ടിപ്പിടുക്കും. ഗാന്ധിജി പ്രഖ്യാപിച്ചു. രാജ്യമാകമാന അഭൂതപൂർവമായൊരു ശുഭപ്രതീക്ഷ നിറഞ്ഞു. രാമേശ്വരം വിട്ട് ജില്ലാ കേന്ദ്രമായ രാമനാഥപുരത്ത് പോയി പഠിക്കാൻ ഞാൻ പിതാവിനോട് സമ്മതം ചോദിച്ചു. ഉറക്കെ ചിന്തിക്കുന്നത് പോലെ അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, അബ്ദുൾ, വളരുന്നതിന് വേണ്ടി നിനക്ക് ദൂരെ പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഒരു കൂടുപോലുമില്ലാത്ത തികച്ചും ഏകാഗിയായി കടൽപക്ഷി സൂര്യന് കുറുകെ പറക്കുന്നില്ലേ? ഉന്നതമായ അഭിലാഷങ്ങൾ കുടികൊള്ളുന്ന മേഖലയിലേക്ക് പോകുവാനായി നിന്റെ സ്മരണകളുറങ്ങുന്ന ഭൂമിയോടുള്ള അഭിനിവേശത്തെ ഉപേക്ഷിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്നേഹം നിന്നെ ഇവിടെ തളച്ചിടുകയോ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിന്നെ പിടിച്ചു നിർത്തുകയോ ചെയ്യുകയില്ല. മടിച്ചിരുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഖലീൽ ജിബ്രാന്റെ വരികൾ ഉദ്ധരിച്ചു. നിന്റെ മക്കളല്ല, ജീവിതത്തിൻ്റെ സ്വന്തം അഭിലാഷത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണവർ. അവർ നിന്നിലൂടെ വളരുന്നു. എന്നാൽ നിന്നിൽ നിന്നല്ല. നിനക്ക് നിന്റെ സ്നേഹം അവർക്കായി നൽകാം, പക്ഷേ നിന്റെ ചിന്തകൾ നൽകരുത്. എന്തെന്നാൽ അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അദ്ദേഹം എന്നെയും 3 സഹോദരിമാരെയും കൂട്ടി പള്ളിയിൽ പോയി. എന്നിട്ട് അവിടെ വെച്ച് വിശുദ്ധ ഖുർആനിലെ അൽഫത്തിഹ എന്ന പ്രാർത്ഥന ഉരുവിട്ടു. രാമേശ്വരം സ്റ്റേഷനിൽ വെച്ച് എന്നെ തീവണ്ടിയിൽ കയറ്റിയെത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ദ്വീപായിരിക്കാം നിന്റെ ശരീരത്തിൻ്റെ ഗേഹം, പക്ഷേ നിന്റെ ആത്മാവിതിലല്ല. രാമേശ്വരത്തുള്ള ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വന്നു കാണാനാകാത്ത നാളെയുടെ ഭവനത്തിലാകും നിന്റെ ആത്മാവ് വസിക്കുക. എൻ്റെ മകനെ, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഷോസ് ഹൈസ്കൂളിൽ ചേർക്കാനും താമസ സൗകര്യം ശരിയപ്പെടുത്താനുമായി സംസുദ്ദീനും അഹമ്മദ് ജലാലുദ്ദീനും എന്നോടൊപ്പം രാമനാഥപുരം വരെ യാത്ര ചെയ്തു. എങ്ങനെയോ എനിക്ക് ആ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനായില്ല. ഏതാണ്ട് 50,000 ജനങ്ങൾ പാർത്തിരുന്ന രാമനാഥപുരം ദ്രുതഗതിയിൽ വളരുന്നതും ഭിന്ന സ്വഭാവമുള്ളതുമായ ഒരു പട്ടണമായിരുന്നു. എന്നാൽ രാമേശ്വരത്തിൻ്റെ യോജിപ്പും സൗഹൃദവുമൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഗൃഹാതുരത്വത്തിൻ്റെ പിടിയിലായ ഞാൻ രാമേശ്വരം സന്ദർശിക്കാനുള്ള ഓരോ സന്ദർഭവും മുതലാക്കി പോന്നു. രാമനാഥപുരത്തെ വിദ്യാഭ്യാസ സാധ്യതകളേറെ ആകർഷകത്വത്തിന് വീട്ടിൽ ഉമ്മയുണ്ടാക്കുമായിരുന്ന പോളി എന്ന ഉത്തരേന്ത്യൻ മധുര പലഹാരത്തിൻ്റെ സ്വാദിന് വെല്ലാനായില്ല. എൻ്റെ അമ്മ പോളിയുടെ 12 വ്യത്യസ്ത വകഭേദങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഏറ്റവും മികച്ച രീതിയിൽ ചേർത്തിരുന്ന അതിലെ ഓരോ ചേരുവയുടെയും സ്വാദ് നമുക്കതിൽ രുചിച്ചറിയാനാവും. ഗൃഹാതുരത്വമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. എന്തെന്നാൽ എനിക്കറിയാം, പിതാവ് വളരെ വലിയ പ്രതീക്ഷകളാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു കളക്ടറായിത്തീരുന്നതായിട്ടാണ് പിതാവ് സങ്കല്പിച്ചിരുന്നു. രാമേശ്വരത്തിൻ്റെ പരിചിതത്വവും സുരക്ഷിതത്വ ബോധവും സൗകര്യങ്ങളുമൊക്കെ നഷ്ടമായതിൻ്റെ വല്ലായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിതാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതി. ശുഭചിന്തയുടെ ശക്തിയെക്കുറിച്ച് ജലാലുദ്ദീൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ഗൃഹാതുരത്വവും മനസ്സുമടുപ്പും വലയം ചെയ്യുമ്പോൾ ഞാൻ ആ വാക്കുകൾ ഓർമ്മിക്കും. അപ്രകാരം എൻ്റെ ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക വഴി ഞാൻ എൻ്റെ ഭാഗധേയത്തെ സ്വാധീനിക്കാൻ കഠിനശ്രമം ചെയ്തു പോന്നു. ഏതായാലും വിധി എന്നെ രാമേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല. പ്രത്യുത എൻ്റെ ബാല്യം ചെലവിട്ട ആ നാട്ടിൽ നിന്നും അതെന്നെ കൂടുതൽ ദൂരത്തേക്ക് പറത്തിക്കൊണ്ടുപോയി. അപ്പോൾ അഗ്നിച്ചിറകളുടെ 1-ാം ഭാഗം ഇവിടെ കഴിയുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ 2-ാം ഭാഗം കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.